എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു പൊട്ടറ്റോ തോരനാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ ബെല്ലൈക്കൺ അമർത്തി ആ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കാൻ മറക്കല്ലേ. അതിനായിട്ട് ഞാനിവിടെ 2 പൊട്ടറ്റോ, വലിയ പൊട്ടറ്റോനെ എടുത്തിട്ട് തോലെല്ലാം കളഞ്ഞതാണ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ തോരനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരുവിധം നൈസായിട്ട് തന്നെ കട്ട് ചെയ്യുക. എന്നാലോ അധികം പൊടി അങ്ങോട്ട് ആയിപ്പോണ്ട, പൊട്ടറ്റോ അല്ലേ പെട്ടെന്ന് കുഴഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഇതേ പരുവത്തിൽ വേണം പൊട്ടറ്റോ കട്ട് ചെയ്യാനായിട്ട്. എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും പറഞ്ഞതാണ്. ഇനി നമ്മൾക്ക് വേണ്ടത് ഒരു വലിയ സവോളയാണ്. സവോള ചെറുതാണെങ്കിൽ 2 എടുക്കാം. സവോള ഈ വലിപ്പത്തിലാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്, നീളത്തിൽ. പൊടിയായിട്ട് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇതാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും തോരന്. പിന്നെ ഒരു 10 വെള്ളുള്ളി പൊടിയായി അരിഞ്ഞത് നിർബന്ധമായിട്ട് ചേർക്കുക. പിന്നെ ഒരു 4 പച്ചമുളക് പൊടിയായി അരിഞ്ഞത്. പിന്നെ ഒരു കോഴിമുട്ടയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടുക. അതിലേക്ക് ഒരു 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടാവുന്ന സമയത്ത് അല്പം കടുകിട്ട് പൊട്ടിക്കാം. ഒരു 1/4 സ്പൂൺ കടുക് പൊട്ടി വരുമ്പോൾ തന്നെ നമ്മൾ ആ സവോള ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾക്ക് ആ വെള്ളുള്ളി കട്ട് ചെയ്തും ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ആ പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് നമ്മൾ ഒന്നുകൂടി മിക്സ് ചെയ്ത് ആ സവോള ഒന്ന് വിട്ട് വരുന്ന സമയത്ത് നമ്മൾക്ക് അതിലേക്ക് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് കഴുകി വെച്ചതാണ്, വെള്ളമെല്ലാം വാർത്ത് വെച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ വെള്ളുള്ളിയൊക്കെ നിർബന്ധമായിട്ടും കൂടുതൽ ചേർക്കണം. പൊട്ടറ്റോയിൽ ഗ്യാസൊക്കെ ഫോം ചെയ്യുക, അപ്പോൾ അതിനൊക്കെ നല്ല ഗുണമായിരിക്കും. ഇനി അതിലേക്ക് ഒരല്പം മാത്രം ഉപ്പ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഉപ്പും ഓയിലും സവോളയും പിന്നെ പൊട്ടറ്റോയിൽ വെള്ളമൊക്കെ ഉണ്ടാവും, അതിൻ്റെ ആവിയിൽ തന്നെ അത് വേവിച്ചെടുക്കാം. ഇതും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അതിനു വേണ്ടി ഒരു 4 മിനിറ്റോളം ഞാനത് മൂടി വയ്ക്കുന്നുണ്ട്. 4 മിനിറ്റ് കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് നമ്മൾ പൊട്ടറ്റോ ഒക്കെ ഒരുവിധം വെന്തിട്ടേ ഉള്ളൂ. ഒരു ഹാഫ് വേവെന്ന് കുറച്ചുകൂടി ആയിട്ടുണ്ടാവും. ഈ സമയം നമ്മൾക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/4 സ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി, പിന്നെ ഒരു 1/4 സ്പൂണ് ഗരം മസാല. ഇത്രയും മതി പൊടികൾ. ഇതുകൂടി ചേർത്ത് നമ്മളത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ വെള്ളുള്ളിയും ചെറിയ ജീരകമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾക്ക് അതിൻ്റെ ആ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വളരെ ഒന്ന് കുറഞ്ഞു കിട്ടും. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഒരു 2 മിനിറ്റ് ഞാനതൊന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. മസാലകളൊക്കെ ഒന്ന് അതിലേക്ക് ചേരാൻ വേണ്ടിയിട്ടാണ്. 2 മിനിറ്റ് മാത്രം. അത് കഴിഞ്ഞ് തുറന്ന് നോക്കാം. ഇനി അതിൻ്റെ നടുവൊന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് മാറ്റിയതിന് ശേഷം അതിലേക്ക് 1 സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്ക് ആ കോഴിമുട്ട പൊട്ടിച്ച് അതിലേക്ക് ആ നടുവിലങ്ങോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കോഴിമുട്ട നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 ചേർക്കാം. ഇനിയിപ്പോൾ ആ മുട്ടയ്ക്ക് ആവശ്യമായ പൊടിയുപ്പ് മാത്രം ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് നമുക്ക് പൊടിമാസാക്കി എടുക്കണം. ഈ സമയം തീ അല്പം നമ്മൾക്ക് കൂട്ടി കൊടുക്കാം. എന്നാൽ പെട്ടെന്നത് പൊടിമാസായി കിട്ടും. നമ്മളെ പൊട്ടറ്റോ ഒക്കെ ഒരുവിധമൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഒന്നുകൂടി കണ്ടില്ലേ, നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് ആ കോഴിമുട്ടയൊക്കെ ഒന്ന് പൊടിമാസായി വരും. ഇനി അതിലേക്ക് ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരല്പം കൂടി ഞാൻ പൊടിയുപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എരിവും ഉപ്പെല്ലാം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മൾക്ക് അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. കറിവേപ്പില ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യുക. ഇനി നമുക്കതിലേക്ക് നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞു വെച്ച മല്ലിയില കൂടി ചേർത്താൽ നമ്മളെ അടിപൊളി പൊട്ടറ്റോ തോരൻ ഇവിടെ റെഡിയായിട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലഞ്ച് ബോക്സിൽ കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഒരു പരാതിയില്ലാതെ കുട്ടികൾ കഴിച്ചോളും. അപ്പോൾ നമ്മൾക്ക് അതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി പറയുന്നു, ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് നമുക്ക് ചോറിൻ്റെ ഈ ഒരു പൊട്ടറ്റോ തോരനും
അടിപൊളിയായിട്ടില്ലേ. പിന്നെ നമുക്ക് കറിയായിട്ടുള്ളത് വാഴയ്ക്ക ഉണക്കച്ചെമ്മീൻ കറിയാണ്. ഈ പൊട്ടറ്റോ തോരൻ തന്നെ മതി. നമുക്കിതാ ഇതുപോലെ കഴിക്കാം. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.